നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 3, 2025 തിങ്കൾ. നിലവിലെ ആഗോള സൂചനകളുടെ നിലനിൽപ്പ് മൂലവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും അതുകൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന തുടർച്ചയായ സെല്ലിംഗ് നിലനിൽക്കുമ്പോഴും ഈ മാസത്തെ ആദ്യ ട്രേഡിംഗ് സെക്ഷനായ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് സമ്മിശ്ര പ്രകടനമാണ് കാഴ്ചവെക്കുവാൻ സാധിച്ചെങ്കിലും സെപ്റ്റംബർ മാസം ആരംഭിച്ച ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിലുള്ള നേട്ടം ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് കൈവരിക്കുവാനായി. തൽഫലമായി നേരിയതാണെങ്കിൽ കൂടിയിട്ടും നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ 20-day EMAയുടെ മുകളിലായിട്ട് 25,645 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. എങ്കിലും 25,803 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി 41 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,763 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 39 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 325 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 167 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. എങ്കിലും ഇന്ന് NSEയിൽ 1582 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 1238 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.6%, സ്മോൾ ക്യാപ്പിന് 0.7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ ടെലകോം, റിയാലിറ്റി, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 2% നേട്ടവും കൈവരിക്കുവാനായി. ശ്രീറാം ഫൈനാൻസ്, M&M, അപ്പോളോ ഹോസ്പിറ്റൽസ്, SBI, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ മാരുതി സുസുക്കി, ITC, TCS, ഭാരത് ഇലക്ട്രോണിക്സ്, L&T തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 1 പൈസയുടെ മാത്രം നഷ്ടം നേരിട്ടിട്ടുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നിലനിൽക്കുമ്പോഴും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് തുടരുമ്പോഴും മാത്രമല്ല കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനുകളിൽ തുടർച്ചയായി നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾ വീണ്ടും ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് S&P 500ഉം നാസ്ഡാക്കും വീണ്ടും അവയുടെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ട് എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ള യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നതും. അതുകൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. സോ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് പല ഘട്ടങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിവ് നേരിടുന്നത് കാഴ്ചകൾ കാണാമായിരുന്നു. എന്നാൽ സെലക്ടഡ് ബാങ്കിംഗ്, റിയാലിറ്റി, ഫാർമ, ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത വാല്യൂ ബൈയിങ് ആണ് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ കരകയറ്റുകയുണ്ടായത്. ഒക്ടോബർ മാസത്തെ ഇന്ത്യയുടെ GST കളക്ഷൻ ഡാറ്റ പുറത്തുവിടുകയുണ്ടായി. 4.6% ഉയർച്ചയാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. സോ മൂന്നാമതായി GST കളക്ഷൻ ഡാറ്റയാണ് ഇത് നമ്മുടെ മാർക്കറ്റിന്റെ മൂഡിനെ തന്നെ മൊത്തത്തില് ഉയർത്തുവാൻ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ വർഷം ഇതേ മാസം 1.87 ലക്ഷമായിരുന്ന GST കളക്ഷൻ ഈ വർഷം ഒക്ടോബറിൽ 1.96 ലക്ഷം കോടി രൂപയായി ഉയരുകയുമുണ്ടായി. GST റിഫോംസ് നിലവിൽ വന്നതിന് ശേഷം വന്ന ഇന്ത്യയുടെ GST കളക്ഷനുണ്ടായ വർധനവ് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിച്ചതും അതുകൂടാതെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്ന് രാവിലെ നേരെ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആവുകയുണ്ടായി. വലിയ ഇടിവ് രേഖപ്പെടുത്തിയില്ലെങ്കിലും ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില ഫ്ലാറ്റ് ആയിട്ടും തുടർന്നു. സോ ഈ രണ്ട് ഘടകങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സഹായിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ എന്നാൽ അതേ സമയത്ത് ഇന്ന് ഇന്ത്യ വിക്സ് 5% ഉയർച്ചയാണ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. ക്ലോസിംഗ് ബേസിസിൽ 4.2% ഉയർച്ചയോടുകൂടി 12.66 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത്.
രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ വരുന്ന ട്രേഡിംഗ് സെക്ഷനുകളിൽ ഇന്ത്യ വിക്സ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പതിവിന് വിപരീതമായിട്ട് ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യ വിക്സ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതിനാൽ നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 40 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് നേട്ടത്തോടുകൂടിയും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ മുൻപ് പറഞ്ഞുകൊണ്ട് വീണ്ടും എടുത്തു പറയുന്നില്ല. ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് നിലവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിന്റെ വിലയും $4,000 താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. അംബുജ സിമെന്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 268% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 25% ഉയർച്ചയും രേഖപ്പെടുത്തി. AWL അഗ്രി ബിസിനസ് നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 22% ഉയർച്ചയും രേഖപ്പെടുത്തി. ടാറ്റ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റിൽ 11% വർധനവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 18% വളർച്ചയും രേഖപ്പെടുത്തി. അജന്ത ഫാർമ നെറ്റ് പ്രോഫിറ്റിൽ 20% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 14% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. അരവിന്ദ് ഫാഷൻസ് നെറ്റ് പ്രോഫിറ്റിൽ 27% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 11% വളർച്ചയും രേഖപ്പെടുത്തി. അശോക് ലൈലാൻഡ് ഡീലർ ഫൈനാൻസിംഗ് പരിഹാരങ്ങൾക്കായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് കമ്പനി പങ്കാളിത്തം സ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. DLF ഗുരുഗ്രാമിലെ ദി ഡാലിയാസിൽ 221 ആഡംബര ഫ്ളാറ്റുകൾ കമ്പനി വിറ്റഴിക്കുകയുണ്ടായി. ഇതിലൂടെ 16,000 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കുകയുണ്ടായത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.